ലോകസഭയിലെ പുതിയ സ്പീക്കർ ഓം ബിർള അദ്ദേഹം ഇന്നലെ അടിയന്തരാവസ്ഥയെ, അതായത് ഇന്നലെ ചർച്ച ചെയ്യേണ്ട വിഷയമോ അടിയന്തര പ്രമേയമോ അങ്ങനെ ഒരു അത്തരത്തിലൊരു പേപ്പറൊന്നും കൈവശമില്ല എന്ന് സഭയിൽ കോൺഗ്രസ്സുകാർ കരുതിയിരിക്കുന്നില്ല. ഒരിക്കലും അടിയന്തരാവസ്ഥ എന്നൊരു വാക്ക് പോലും സ്പീക്കർ ഉദ്ധരിക്കുമെന്ന് പറയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയത്താണ് അദ്ദേഹം അത് എടുത്തടിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയമില്ലേ? അതിലൊരു നല്ല രാഷ്ട്രീയമില്ലേ? ബിജെപിയുടെ രാഷ്ട്രീയം അല്ല അയ്യപ്പൻ. അതിനെ നമ്മള് ഇപ്പോഴത്തെ 18ാം ലോക്സഭ 18ാം പാർലമെന്റ് ലോക്സഭയുടെ ആദ്യ ദിവസം സ്പീക്കർ വന്നിട്ട് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ കക്ഷിയാണെങ്കിലും വലിയ കക്ഷിയാണെങ്കിലും എല്ലാവർക്കും ഓരോ അംഗത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കണം, ഇടപെടേണ്ട ഒരാളാണ്. നിഷ്പക്ഷനായിരിക്കും, പൂർണ്ണമായും നിഷ്പക്ഷനായിരിക്കും. അത് ജനാധിപത്യത്തിന്റെ പരമോന്നത ഒരു കോടതി പോലെയാണല്ലോ, പരമോന്നതമായിട്ടുള്ള സ്ഥാനമാണ് സ്പീക്കർ പദവി. അപ്പൊ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ രാഷ്ട്രീയം, സ്പീക്കർക്ക് രാഷ്ട്രീയം പാടില്ല. ഇത് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയണമോ, എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയാൻ യാതൊരു കാര്യവുമില്ല. തികച്ചും അപ്രസക്തമാണ്. 50 വർഷത്തിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു അയൺ ലേഡി, അന്നത്തെ സോഷ്യലിസ്റ്റുകളെ ഒതുക്കാൻ വേണ്ടി അവർ തുടർഭരണം കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാണ്. പക്ഷെ അവർ തോൽക്കുകയും ചെയ്തു. വീണ്ടും ഒരു പ്രധാനമന്ത്രി ആകുന്നത് കഴിഞ്ഞിട്ട്. അപ്പൊ അവരുടെ ആ രാഷ്ട്രീയം അത് അവിടെ തീർന്നു. പക്ഷെ നമ്മൾ ഈ അത്രയും കാലം പ്രത്യേകിച്ച് കേരളത്തിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും CPM പറയുന്നത്, ഇടതുപക്ഷങ്ങൾ പറയും അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോയതാണ്. അടിയന്തരാവസ്ഥയിൽ പിണറായി വിജയൻ മാത്രമാണ് അറിയുന്നത്. അടിയന്തരാവസ്ഥയിൽ പോയ പിണറായി വിജയൻ പോലെ തന്നെ ഐസക് പോയി 1.5 വർഷം, ബേബി പോയി, PS പോയി, സർവ്വപേരും പോയി, എല്ലാ സോഷ്യലിസ്റ്റുകളും പോയി. ഇവർ മാധ്യമപ്രവർത്തകർ, പി രാജനെ പോലുള്ള മാധ്യമപ്രവർത്തകർ പോയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്, നിരവധി പേര് പോയിട്ട്. അന്ന് കാരണം മാധ്യമപ്രവർത്തകർ ഒരുപാട് ബലിയാടാക്കിയിട്ടുണ്ട്. ജനാധിപത്യ ധ്വംസനമാണ്, അരണ്ട യുഗമാണ് 21 മാസം ഒരു അരണ്ട യുഗമാണ്. അത് ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ അതിൽ ഈ 50 വർഷം കഴിയുമ്പോൾ എന്ത് പ്രസക്തി എന്നുള്ളതാണ്. പക്ഷെ അതില് രാഷ്ട്രീയം എന്നുള്ള സംശയം ഉണ്ടായെന്ന് വെച്ചാല് ഈ INDA മുന്നണിക്കകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയല്ലേ അവരുടെ ചിന്ത. അതായിരുന്നു ഈ BJPയുടെ NDA മുന്നണിയുടെ തീരുമാനം, അവരുടെ രാഷ്ട്രീയ അജണ്ട അതായിരുന്നു. കാരണം അന്നത്തെ സോഷ്യലിസ്റ്റുകളായിട്ടുള്ള നമ്മുടെ ബീഹാറിലുള്ള ലല്ലു പ്രസാദ് യാദവിന്റെ കൂട്ടത്തിൽ, ലാലു പ്രസാദ് അന്നും ജയിലിലുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെയാണ് മറ്റേ എല്ലാ നേതാക്കന്മാരും. ഇപ്പൊ ഇന്ത്യ മുന്നണിയിലുള്ള സഖ്യത്തിലുള്ള എല്ലാവരും അവരുടെ പൂർവികര് സോഷ്യലിസ്റ്റുകളായിട്ട് ജയിലിൽ പോയവരാണ്. അങ്ങനെ അപ്പൊ അത് പറയുമ്പോൾ ഇതെടുത്ത് അടിയന്തരാവസ്ഥ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇവരെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വലിയൊരു ഭിന്നിപ്പുണ്ടാകും. ഇന്നലെ ബഹളം വെച്ചത് കോൺഗ്രസ് മാത്രമാണെന്നാ പറയുന്നത്. KC വേണുഗോപാൽ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ്സുകാർ മാത്രമല്ല. അഖിലേഷ് യാദവ് പറഞ്ഞത് കഴിഞ്ഞ കഥയിൽ എന്ന് പറഞ്ഞാൽ അഖിലേഷ് യാദവ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ കഥയില്ല, അത് പ്രസക്തി ഇല്ല. അതാണ് ഒരു കാര്യം തന്നെ എല്ലാ ദിവസവും ആലോചിച്ച് പറയാൻ വിചാരിച്ചു. അതാണ് ഞാൻ പ്രത്യേകിച്ച് കേരളത്തെ കുറിച്ച് പറഞ്ഞു. കേരളം എപ്പോഴും കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയല്ലേ. ഇപ്പോഴത്തെ പിണറായിയുടെ കാലത്ത് എന്തെങ്കിലും ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പിണറായി ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ, പിണറായി വേണ്ടി ജയിലിൽ പോയി, അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ എല്ലാവരും ഭയപ്പെടണം, നിങ്ങൾ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നവരല്ലേ എന്നൊക്കെ അദ്ദേഹം പറയുന്നില്ലേ. അതുപോലെ തന്നെയാണ് ഇതിൽ ഒരു പ്രസക്തിയില്ല. ഇന്നത്തെ ജനത്തിൽ, ഇന്നത്തെ ഈ പറഞ്ഞ ജനറേഷന് ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള ഇവർ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭയിലെ എല്ലാ കോൺഗ്രസ് MP മാരും. അപ്പൊ അതിലെ രാഷ്ട്രീയം പൊളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു BJPയുടെ ഈ ഫസ്റ്റ് ദിവസത്തെ അജണ്ട. അത് വലിയൊരു അതിന് എനിക്ക് എന്റെ മലയാളം കിട്ടുന്നില്ല. അതും ഐറണിയാണ്. കാരണം 400 പാർ 400 മേളില് 370 പ്ലസ് സഖ്യകക്ഷികളോട് ചേർന്ന് 400 മേളിൽ കിട്ടും, ഞാൻ ഭരണഘടന മാറ്റും എന്ന് വാശി കൊടുത്ത് പറഞ്ഞ ആളല്ലേ, പ്രചരണം നടത്തിയ ആളല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും. എന്നിട്ട് എന്ത് പറ്റി? അവര് 400 പാർ പോയിട്ട് അതൊരു 420 എന്ന് വെച്ചാൽ ഫ്രോഡ് പേര് നമ്പറാണ്. 420 240 വന്നില്ലേ, 303 240 വന്നില്ലേ. ജനാധിപത്യം അവിടെയാണ്. ജനം നിങ്ങൾ പറയുന്ന വർഗീയതയ്ക്കൊന്നും നിന്ന് തരില്ല എന്ന് ജനം തെളിയിച്ചത്. ജനം വർഗീയതയ്ക്ക് എതിരാണെന്ന് തന്നെയുള്ള മെസ്സേജല്ലേ അത് കൃത്യമായിട്ട് കൊടുത്തത്. ഇന്ദിരാഗാന്ധി തോറ്റത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നും നിങ്ങളുടെ അപ്രമാദിത്വം എടുക്കണ്ട. ജനാധിപത്യത്തിൽ ഞങ്ങളാണ് അധികാരി എന്ന് തെളിയിച്ചതുകൊണ്ടല്ലേ ഇന്ദിരാഗാന്ധി അന്ന് തോറ്റത്. അതായത് കോൺഗ്രസ്
നരേന്ദ്രമോദിയെ താൻ മറ്റൊരു അടിയന്തരാവസ്ഥ, താങ്കൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, താങ്കൾ മറ്റൊരു അടിയന്തരാവസ്ഥ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായതിന് മറു ചോദ്യമാണ് 50 വർഷം മുമ്പ് കൗണ്ടർ ചെയ്യാൻ. അങ്ങനെയല്ല, ഇവിടെ നമ്മൾ കഴിഞ്ഞ 10 വർഷം എന്താ നടന്നത്? അതെ, തീർച്ചയായിട്ടും. അടിയന്തരാവസ്ഥയിൽ ഇപ്പൊ ശരിക്കും ഇപ്പൊ ഈ അടിയന്തരാവസ്ഥ പറയുമ്പോൾ ഇന്നലെ ഒരു മുഖ്യമന്ത്രി, ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിന് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത് ശരിക്കും ഒരു അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമാണ്. അതിന്റെ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമാണ് എന്ന് പറയേണ്ട കാരണം എന്തെന്നറിയോ? ഇത് നയപരം ഒരു സംസ്ഥാനം നടത്തിച്ചു കൊണ്ടുപോകേണ്ടത് അന്ന് ഭരിക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ കാര്യം. അത് നയപരമായ തീരുമാനങ്ങൾ എടുക്കും. അത് മദ്യം ചിലപ്പോൾ വെറുതെ കൊടുക്കും, മദ്യം ചിലപ്പോൾ വില കൂട്ടി കൊടുക്കും, മദ്യത്തിന് നോമിനൽ വളരെ നാമമാത്രമായ വില മേടിക്കും. ഒരു സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് നയപരമായി തീരുമാനം എടുക്കാൻ. അതിനാണ് അദ്ദേഹത്തിന് ശരിക്കും ഒരു അടിയന്തരാവസ്ഥയ്ക്ക് തുല്യം തന്നെയാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടന്നുകൊണ്ടിരിക്കുക. എത്ര പേരെയാണ് ഈ പറഞ്ഞ സംഘപരിവാർ സംഘടനകളെ തച്ചു വന്ന് നല്ല കേസുമുണ്ട്. എത്രയിടത്താണ് മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും. അവിടെ ഇപ്പൊ ഈ സമയത്തും അടി നടക്കണം. അവിടെ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട് അവിടെ പ്രശ്നങ്ങൾ നടക്കില്ലേ? ഇതിപ്പോഴും പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞില്ലോ. കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പല്ലേ അമിത്ഷാ പറഞ്ഞത് 2 കൂട്ടരെയും വിളിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ സംസാരം. എന്നിട്ടും അവിടെ വല്ലതും നടന്നിട്ടുണ്ടോ? ഇല്ല. അവരിതാ ഇപ്പൊ ഡ്രോൺ അറ്റാക്ക് നടത്താൻ പോകണമെന്നൊക്കെയാണ് വാർത്ത വരുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് അറ്റാക്ക് നടത്താൻ പോകുന്നതാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നേരിട്ട് തെരുവിൽ ഇറങ്ങുന്നില്ല, ഡ്രോൺ വഴി ചെയ്യുന്നു. അപ്പൊ എന്നിട്ട് ഈ സർക്കാരിന് വല്ലതും പറയാനുണ്ടോ? അവിടെ BJP സർക്കാരാണ് ഭരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ പട്ടാള ഭരണമാണ്. അവിടെ ആ ഗവൺമെന്റ് BJP ഗവൺമെന്റ് പിരിച്ചുവിടുന്നു. അതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ അടിയന്തരാവസ്ഥയാണ് നടക്കുന്നത്. ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടക്കുകയാണ്. ഇപ്പൊ അത് റീറ്ററേറ്റ് ചെയ്യാൻ, അതിനെ ഊന്നിപ്പിടിപ്പിക്കാൻ ഇവർക്ക് പ്രയാസമായി. കാരണം എന്താ? അത് ഇപ്പൊ ചന്ദ്രബാബു നായിഡുവിന്റെയും ബീഹാറിൽ നിന്ന് നികേഷിന്റെ ഒക്കെ അവരുടെ എല്ലാം കൂടെ സപ്പോർട്ടോടുകൂടിയാണ് ഇരിക്കുന്നത്. അവരൊന്നും അംഗീകരിക്കില്ല. കാരണം അവരൊക്കെ സോഷ്യലിസ്റ്റുകളാണ്. അവരൊന്നും BJP-ക്കാരല്ല. അവരാരും സംഘപരിവാർ സംഘടനയിൽ പെട്ടു. അവരെല്ലാം സോഷ്യലിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത്തരം ബലപ്പെടുത്തം നടക്കില്ല. പിന്നെ ഇപ്പം പറഞ്ഞു കോൺഗ്രസ്സുകാർ KC വേണുഗോപാൽ മാത്രമാണ് വളം ഉണ്ടാക്കി. KC വേണുഗോപാൽ മാത്രമല്ല, കോൺഗ്രസ്സുകാർ മാത്രം. ഇല്ല, അഖിലേഷ് യാദവ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മറുപടി പറഞ്ഞു. പഴയ കഥയാണ് അത്. കഴിഞ്ഞ കഥ ഇവിടെ പറയേണ്ട കാര്യമില്ല. അത് കാരണം അതിപ്പോ അത് ഓർമ്മിപ്പിച്ചത് യഥാർത്ഥത്തിൽ അത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും പറയാതെ സ്പീക്കർ പറഞ്ഞത് ഒരിക്കലും ഒരു ഗവൺമെന്റിന്റെ വാക്കല്ല സ്പീക്കറുടെ വാക്ക്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച അതേപോലെ പ്രതികളെ വിട്ടയച്ചതിനെ സംബന്ധിച്ചുള്ള ഷംസീറാണ് അതിന് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. ജനാധിപത്യ ദംശനമല്ലേ നടക്കുന്നത്? ജനാധിപത്യം ഇല്ലല്ലോ അങ്ങനെ പറയുമ്പോൾ. നിങ്ങൾക്ക് പാർലമെന്റിലും അസംബ്ലിയിലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്നതിന് തുല്യമല്ല. അതിന് സ്പീക്കർമാരെ കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭയിൽ നമ്മൾ കണ്ടത് 100-ൽ പരം MP-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ വരെ ഈ ബിർള ചെയ്തതാണ്. ഈ ഓം ബിർള ചെയ്തതാണ്. ജനാധിപത്യ ദംശനം അതല്ലേ അടിയന്തരാവസ്ഥയേക്കാൾ ഹീനമായ പ്രവൃത്തി. പക്ഷെ ഇപ്പൊ ഈ 18ാം ലോക്സഭയില് അത്തരത്തിലൊരു കാര്യങ്ങൾ നടക്കുമെന്ന് കരുതുന്നുണ്ടോ? നടക്കില്ല. കാരണം ഇവര് ചന്ദ്രബാബു നായിഡുവും നികേഷും ഒന്നും അതിനെ അനുകൂലിക്കില്ല. ഒരിക്കലും അനുകൂലിക്കില്ല. കാര്യം ഇവർക്ക് അങ്ങനെ ഒരു മൃഗീയ ഭൂരിപക്ഷം ഇല്ല. അന്ന് 303 എന്നുള്ളത് ഇപ്പൊ 240. ഇവർക്ക് ആ മൃഗീയ ഭൂരിപക്ഷം ഇല്ല. ഇവർക്ക് ഇനി പാർലമെന്റിൽ അങ്ങനെ ഒരു തോന്നിയാസത്തിന് നോട്ട് നിരോധനം നടപ്പിലാക്കുക, ആളുകളെ എല്ലാവരെയും പിന്നെ CA അടിച്ചേൽപ്പിക്കുക, ആളുകളെ ഒരു വേള നമ്മൾ സംസാരിച്ചു വരുമ്പോഴേ ഈ കെജ്രിവാളിന്റെ തിരിച്ചു വരവ്, കെജ്രിവാൾ ജയിലിൽ നിന്ന് മോചിതനായി വരുമ്പോൾ മറ്റൊരു ഇപ്പോ അടുത്ത 5 വർഷത്തേക്ക് എന്ന് പ്രധാനമന്ത്രി ഈ സ്പീക്കറെ പറഞ്ഞു. ഒരു 3 വർഷത്തിനകത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ 2 പേരുകാര് അവർക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളിലൂടെ പിൻവലിഞ്ഞ് വന്നുകൂടാ എന്നുണ്ട്. കെജ്രിവാളിന്റെ തിരിച്ചുവരവ് അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ, നമുക്ക് കാത്തിരിക്കാം എന്നൊരു മെസ്സേജ് ഇന്നലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവർ കാത്തിരിക്കുകയാണ്. കാരണം ഇവരുടെ ഈ ചൂടും വർഗീയമായിട്ട് ആളുകളെ ധ്രുവീകരിച്ച് അവർ വലിയ കൊട്ടിഘോഷിച്ച് രാമക്ഷേത്രം കിട്ടി. രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നു. ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ രാമക്ഷേത്രം വോട്ടായില്ല എന്നുള്ളത്. അതെ, രാമക്ഷേത്രത്തിലൂടെ വോട്ടുണ്ടാക്കാമെന്ന് അവർ കരുതി. അവിടെ തന്നെ പോയില്ലേ? മൈസാബാദ് തന്നെ തോറ്റുപോയില്ലേ? അപ്പൊ രാമനേക്കാൾ വലിയ ആളാണ് ഞാൻ, ദൈവമാണെന്നൊക്കെ പറഞ്ഞ് മോഡി പ്രചരണം നടത്തിയില്ലേ? രാമൻ തന്നെ പണി കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം ഇരിക്കുന്ന BJP-യുടെ രാഷ്ട്രീയ ബുദ്ധി ശരിക്കും ഇന്ത്യയിലെ
ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. രാഷ്ട്രീയ ബുദ്ധി നമ്മൾ നാളിതുവരെ കാണാത്ത രാഷ്ട്രീയ ബുദ്ധിയാണ്. അത് വർഗീയ ബുദ്ധിയാണ്. ആ വർഗീയ ബുദ്ധിക്ക് ഞങ്ങൾ നിൽക്കില്ല എന്ന് ജനം മറുപടി കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തെളിവാണ്. പക്ഷെ ഒരു വശത്തോടെ പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്ലീൻ ഇമേജ് പറയുന്നല്ലോ, അദ്ദേഹം ഇതുവരെ ഒരു രൂപ പോലും വെട്ടിയ ആളല്ല എന്നാണല്ലോ പറയുന്നത്. അയാൾക്ക് ഇപ്പൊ 3 കോടി രൂപ ഉണ്ടെന്ന് ചായ അടിച്ച് നടന്ന ആളാണെന്ന് സ്വയം പറഞ്ഞിട്ട് 3 കോടി രൂപ. അല്ല, ഈ ചായ അടിച്ച് നടന്ന ആളിനെ പ്രധാനമന്ത്രിയായി കാണുന്നതിലുള്ള ഈർഷ്യതയാണ് കോൺഗ്രസ് കുടുംബത്തിനെന്ന് പറയുന്നുണ്ടല്ലോ. ശുദ്ധാശ്രമല്ലേ? ആരാണ് ഇത് പറഞ്ഞത്? കോൺഗ്രസ്സുകാരാണോ കണ്ടുപിടിച്ചത്? അദ്ദേഹം അവിടെ ചായ അടിച്ച് നടന്നവരാണ്. നല്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി ഭരിച്ചുകൂടാ? ആർക്ക് പ്രധാനമന്ത്രി ആകാനുള്ളത്? ഇത് ആരാണ് പറയുന്നത്? അയ്യപ്പ അയാളാണ്, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഞാൻ ചായ അടിച്ച് നടന്നാണ്. പക്ഷെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനില്ല, അങ്ങനെ ഒരു ചായക്കടയുള്ള ചരിത്രമില്ല. ഇനി അദ്ദേഹത്തിന് അഖണ്ഡ രാഷ്ട്രീയ ശാസ്ത്രത്തില് ബിരുദമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അഖണ്ഡ രാഷ്ട്രീയ ശാസ്ത്രം എന്ന് പറഞ്ഞു ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു സിലബസും ഇല്ല. ഒരു സിലബസ് അങ്ങനെ പോട്ടെ. അദ്ദേഹം ജീവിച്ചിരിക്കില്ലേ? 74 വയസ്സ് കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവരാരും ജീവിച്ചിരിക്കില്ല. ഇത് ശ്രീബുദ്ധന്റെ കാലത്തെ കാര്യമാണോ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ കാലത്തെ കാര്യമാണോ പറയുന്നത്? രാമന്റെ കാലത്തെ കാര്യമാണോ പറയുന്നത്? ഇതൊക്കെ ഇത് ആരെയാണ് പറ്റിക്കുന്നത്? ഇന്ത്യയിലോ? അങ്ങനെയൊന്നും നടക്കില്ല. പക്ഷെ ഇപ്പൊ കോൺഗ്രസ് ഒരു കുടുംബ രാഷ്ട്രീയത്തിന്റെ ഇപ്പം 100 സീറ്റ് കിട്ടി, രാഹുൽ ഗാന്ധി തിരിച്ചു വന്നു, അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക മത്സരിക്കാൻ പോകുന്നു വയനാട്. അപ്പൊ കോൺഗ്രസിന്റെ തലപ്പത്ത് എപ്പോഴും ഇവരുടെ കുടുംബ രാഷ്ട്രീയം മാത്രമേ പാടുള്ളൂ. എന്ത് കുടുംബ രാഷ്ട്രീയം എന്നാണ്? 30 വർഷമായിട്ട് അവര് രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ. മത്സരിച്ച് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ സർദാർജിയെ മാറ്റിയിട്ട് രണ്ടാം UPA സർക്കാരിൽ പ്രധാനമന്ത്രി ആയിക്കൂടായിരുന്നു. കുടുംബ വാഴ്ച. പക്ഷെ അധികാര രാഷ്ട്രീയത്തിന്റെ കുറെ തെറ്റുകളൊക്കെ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി മരിക്കുമ്പോഴൊക്കെ കാണിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവര് ബൈൻഡിങ് ഫോഴ്സ് ആരാണ്? ഇപ്പൊ CPM-നെ സംബന്ധിച്ച് ഇവിടെ CPM എന്ന് പറയുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു സംഘടന. ഇന്ത്യയില് BJP എന്ന് പറയുന്നതിന്റെ പിന്നില് ആ ഒരു സംഘടന RSS. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നെഹ്റു അവര് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടിരുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചതെന്നാണ്. ഇതിപ്പോ BJP ചെയ്യുന്നത് ദേശീയ പ്രസ്ഥാനത്തെ തന്നെ വിസ്മൃതിയിലാക്കുക, ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ എല്ലാവരെയും വിസ്മൃതിയിലാക്കുക. അത്തരത്തിലുള്ള ഒരു അജണ്ടയോടുകൂടി പറയുന്ന RSSന്റെ പിൻബലം BJPക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസിന് ഈ പറയുന്ന വലിയ കുടുംബത്തിന്റെ ഒരു പിന്തുണയോട് കൂടിയുള്ള വലിയ കുടുംബത്തിന്റെ എന്നല്ല, അവർ ചെയ്ത ത്യാഗം വേറെ ആരുണ്ടെന്ന്. 36-40 കൊണ്ട് വെടികൊണ്ട് മരിച്ച ഒരമ്മൂമ്മ ജീവിച്ചിരിക്കുന്ന ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ജീവിച്ചിരിപ്പോഴുള്ളപ്പോഴേ 10-12 വയസ്സുള്ളപ്പോഴല്ലേ അവർ മരിച്ചത്. നല്ല ബോധ്യമുള്ളപ്പോഴും മരിച്ചത്. തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് വേണമെങ്കിൽ വരാതിരിക്കാമായിരുന്നു, അവർക്ക് വരാതിരിക്കാമായിരുന്നു. അവരുടെ അപ്പൻ തന്നെ ബോംബ് പൊട്ടി മരിച്ചേ. ഈ ത്യാഗം ലോകത്ത് വേറെ ആർക്കുണ്ടെന്ന് പറഞ്ഞു? ഈ ത്യാഗം ഇന്ത്യയിൽ ആർക്കുണ്ടെന്ന് പറയുന്നത്? ആർക്കും ഇല്ല. അപ്പൊ പിന്നെ അവരിൽ തന്നെ അവരുടെ ബൈൻഡിങ് ഫോഴ്സ് ആണ് ആ ത്യാഗം. രാജ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ആ ത്യാഗത്തിന്റെ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല കേട്ടോ, തീർച്ചയായിട്ടും എന്നെ തെറ്റിദ്ധരിക്കില്ല. മാധ്യമപ്രവർത്തകനായിട്ടാണ്. ഞാൻ BJP-കാരനും അല്ല. ഞാൻ പറഞ്ഞത് ഞാൻ മാധ്യമപ്രവർത്തകനായിട്ട് സംസാരിക്കും. ആ ഒരു ത്യാഗം പറയാൻ ഇന്ത്യയിൽ വേറെ ആരാ ഉള്ളത്? ഇന്ത്യയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ത്യാഗമുള്ള ഒരു കുടുംബവുമില്ല. അവരിൽ മാത്രമേ എല്ലാവർക്കും വിശ്വാസമുള്ളൂ. അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവർക്ക് അത്യാർത്ഥി കൊണ്ട് കയറി പ്രധാനമന്ത്രിയാവണമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് രണ്ടാം UPA സർക്കാരിൽ പ്രധാനമന്ത്രി ആയിക്കൂടെ? അങ്ങനെ ചെയ്തില്ലല്ലോ. സോണിയാഗാന്ധി ആദ്യം ആകുമെന്ന് പറഞ്ഞപ്പോ സുഷമ സ്വരാജ് മരിച്ചുപോയി പാവം. അന്ന് ആ സമയത്ത് അവര് പറഞ്ഞു അവര് തലമുണ്ടനം ചെയ്ത് കാവ്യ കൊടുത്ത് വരുമെന്നൊക്കെ പറഞ്ഞു. അവര് മാറിക്കൊടുത്തില്ലേ? ഇനി എവിടെയാണ് ഈ 30 വർഷം 35 വർഷമായിട്ട് ഇവര് കുടുംബ വാഴ്ച എന്ന് പറയുന്നത്? അവരുടെ കുടുംബത്തിന്റെ കീഴിൽ ഒരു പാർട്ടി ഇങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടും. എന്തായാലും INDA മുന്നണി മാറിയ കോൺഗ്രസ് ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ നരേന്ദ്രമോദി ഭരണം 1-ാം ദിവസം 2-ാം ദിവസം ലോക്സഭ നമുക്ക് എന്തായാലും വളരെ നല്ല മാറ്റങ്ങൾ. അതിനകത്ത് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഈ മോഡി എന്ന് പറയുന്നത് നമ്മളിവിടെ കേരള രാഷ്ട്രീയത്തില് ശ്രീ പിണറായി വിജയൻ പറയുന്ന പോലെ മോഡി നമുക്ക് അതുപോലെ തന്നെ അല്ലെ മോഡിയോട് പിണറായി വിജയനെ കമ്പയർ ചെയ്തിരിക്കുന്നു. മോഡിയെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യാൻ ആളുണ്ട്, ആളായി. അത് വേറെ ആരും അല്ല. ഇന്നലെ മോദി തന്നെ രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നു, സ്പീക്കറെ സത്യപ്രതിജ്ഞ ചെയ്ത് വേദിയിലേക്ക് ഇരുത്താൻ വിളിക്കുന്നു. മോഡി ആരും ചോദ്യം ചെയ്യില്ല. മോഡിയുടെ മുന്നിൽ ആരും, അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ മാറി, എല്ലാം മാറി. മോഡിയെ ചലഞ്ച് ചെയ്തത് ആരാ ഈ ഇലക്ഷനില്? ഈ കഴിഞ്ഞ അപ്പൊ ഈ ED ഈ ഉദ്യോഗസ്ഥ പ്രബുദ്ധതയെ വിട്ട് രാജ്യത്തെ മൊത്തത്തിൽ ഇപ്പൊ CBI ആണ് കെജ്രിവാളിനെ ഇന്നലെ രാത്രി വരെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നത്. ഒരു എൻറ്റയർ സിസ്റ്റം, സർക്കാരിന്റെ എല്ലാ മെഷീനറികളും ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഏജൻസികളാണ്. ഇതിനെല്ലാം ഇവർ കൈയടക്കിയിരിക്കുകയാണ്. BJP കോടതി വരെ ഉൾപ്പെടെ അവർ നിയന്ത്രണത്തിൽ വരുതിക്ക് നിർത്തിയിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? 60 വർഷം ഭരിച്ച കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് ചെയ്തുകൂടെ?
അവർക്ക് അടിയന്തരാവസ്ഥ എന്ന് പ്രഖ്യാപിക്കാതെ ഇങ്ങനെ ചെയ്തുകൂടാ. പക്ഷെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുവാണ്. ശുദ്ധാസംബന്ധം 3.5% ഇത് GDP ഉള്ള ഇന്ത്യയെ പറയുന്നത് 30% വരുന്ന അമേരിക്കയോടാണ് കമ്പയർ ചെയ്യുന്നത്. 28% ചൈനയോടാണ് കമ്പയർ ചെയ്യുന്നത്. 3.5% GDP. ഇത് ആരാണ് ഈ പറയുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്ത്യ ലോകത്ത് 5ാം വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ്, 3ാം വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ GDP എടുത്ത് നോക്ക്, 3.5%. അമേരിക്കയുടെ 30% അടുപ്പിച്ച, ചൈനയുടെ 28%. നിങ്ങൾ എവിടെ ആരോടാണ് ഇത് കമ്പയർ ചെയ്തത്? ഇത് ജനത്തിന് വിഡ്ഢിയാക്കാൻ. ഈ നേരത്തെ പറഞ്ഞ പോലെ 400 പാർ RSS സംഘപരിവാർ സംഘടനയിലെ പ്രവർത്തകരെ ആവേശം കൊള്ളി, നമ്മൾ 400-ൽ കൂടുതൽ വരുന്നു, നമ്മളിത് RSS ഭരണഘടന ഉണ്ടാക്കാൻ പോകണം എന്ന് പറഞ്ഞ ആവേശം കൊണ്ടിട്ട് ഉണ്ടായി. ജനമാണ് തീരുമാനിച്ചത് 240 കൊണ്ടുവത്തി. എന്തായാലും അതിൽ തന്നെ 25 സീറ്റോളം 1000 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത് ജനത്തിന് വേണ്ടത് ഈ വർഗീയ രാഷ്ട്രീയമല്ല. അപ്പോ ഇതേട്ടാ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ജനത്തിന് വേണ്ടത് വർഗീയ രാഷ്ട്രീയമല്ല എന്ന മെസ്സേജ് ശ്രീ മതേതര ജനാധിപത്യമാണ് ആവശ്യം. ശ്രീ നരേന്ദ്രമോദിക്ക് ആ മെസ്സേജ് കൊടുത്തിരിക്കുന്നു. ഇനി മോദിയുടെ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം ഇന്ത്യയിൽ വരും കാലത്ത് നടപ്പാകുമോ? അതിനെ എതിരിടാൻ കോൺഗ്രസിന് ശക്തി ഉണ്ടാകും. നല്ലൊരു ശക്തമായ ഒരു പാർലമെന്റും ശക്തമായ ഒരു പ്രതിപക്ഷം വന്നു കഴിഞ്ഞു. NDA മുന്നണിയിൽ തന്നെ ഘടകകക്ഷികളായിട്ട് വന്നിരിക്കുന്ന പലരും സോഷ്യലിസ്റ്റുകളാണ്. അവർക്ക് ഒരു വേള അവരും മാറി ചിന്തിച്ചുകൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും പാർലമെന്റിൽ. ചിലപ്പോ ബീഹാറിലെ ഇലക്ഷൻ കഴിയുമ്പോൾ നിതീഷ് കുമാർ മാറി ചിന്തിച്ചുകൂടുന്നില്ല. അതുകൂടെ മാത്രമല്ല, അവിടെയും വരുന്നു, മഹാരാഷ്ട്രയിലും വരുന്നുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ്. അപ്പോഴൊക്കെ ഈ ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും എല്ലാവരും കൂറുമാറും. അവര് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന എന്തായാലും ഒരു ഏകാധിപത്യ ഭരണം നടക്കില്ല. ഏകാധിപത്യവും ഉച്ചൂടും വർഗീയമായുള്ള നയത്തിലേക്ക് ഇന്ത്യയെ ഭരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ജനം തന്നെയാണ്, ജനമാണ് ജനാധിപത്യവും ജനമാണ് മതേതരത്വവും തീരുമാനിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിലാണ് നേതാവ് നിൽക്കേണ്ടത്. അത് തെളിയിച്ചു. കേരളത്തിലെ 4700 കിലോമീറ്റർ നടന്ന രാഹുൽ ഗാന്ധി അതിന് ഫലം കണ്ടില്ലേ? 52 സീറ്റിൽ നിന്ന് 100 സീറ്റിലേക്ക് വന്നില്ലേ? ജനം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അദ്ദേഹം ജനത്തിന്റെ ഇടയിൽ ഇറങ്ങിയല്ലേ നടന്നത്. വലിയ പ്രോട്ടോകോൾ ഒന്നും നോക്കില്ല. അതൊക്കെ ജനം കാണുകയല്ലേ. ജനത്തിന് ഈ പറഞ്ഞ രാമക്ഷേത്രം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറഞ്ഞ ജനത്തിന് പറയൂ. എന്തോ ഒരു വിലക്കയറ്റമാണ് ഈ രാജ്യത്ത്. എന്തൊരു അസഹിഷ്ണുതയാണ് വർഗീയമായിട്ട് നടക്കുന്നത്. അതൊക്കെ ജനം തീരുമാനിക്കുന്നത്. ജനം ബുദ്ധിയുള്ളവരാണ്. നമ്മൾ പറയുന്ന പോലെ കഴുതയെന്നൊന്നും വെറുതെ പറയരുത്. എന്തായാലും ചേട്ടാ നമുക്ക് കാത്തിരുന്ന് കാണാം.